ഓണമാണ് എൻ്റെ ഫേവറേറ്റ് ഓഫ് ദി ഫേവറേറ്റ് സീസൺസ്. അത് പലപ്പോഴും തുടങ്ങുന്നത് ഓഫീസ് സെലിബ്രേഷൻ വെച്ചിട്ടുമാണ്. ആൻഡ് ടുഡേ ഈസ് ദ ഡേ. ഇതായി കാണുന്ന ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ഓഫീസിലുള്ളവർ തന്നെ ചെയ്താണ്. ഇതിലേക്ക് കുരുത്തോല കെട്ടാൻ ഞാനും പഠിച്ചു. സത്യം പറഞ്ഞാൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഇത്ര ഈസിലി നമുക്ക് തന്നെ ചെയ്യാമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ എന്നെ ചെറുതായി ഒന്ന് പിന്നോട്ട് വലിച്ച എൻ്റെ ഔട്ട്ഫിറ്റ് ആയിരിക്കും. ഇതുവരെയുള്ള എൻ്റെ ഓണം ലുക്സിൽ ഏറ്റവും ഫ്ലോപ്പായ ഒന്ന് ഇതായിരുന്നു. സാരിയുടെയോ ബ്ലൗസിൻ്റെയോ ഷെയ്ഡോ മെറ്റീരിയലോ എന്തോ ഒന്നും എൻ്റെ കോംപ്ലക്ഷനോ സ്റ്റൈലിനോ ചേരുന്നതായിരുന്നില്ല. ഇതൊന്ന് പ്രോപ്പർ യെല്ലോയിഷ് ഗോൾഡൻ കസവും കുറച്ചുകൂടി ഐവറി ആയിട്ടുള്ള വൈറ്റ് ബോഡി ആയിരുന്നെങ്കിൽ മേ ബി കൂടുതൽ നന്നായേനെ. ബ്ലൗസ് ആണെങ്കിലും മേ ബി ദ സെയിം കളർ തന്നെ കുറച്ചുകൂടി ഷൈനി ടൈപ്പ് ആയിരുന്നെങ്കിൽ വുഡ് ബി ബെറ്റർ. എന്നാൽ പിന്നെ അങ്ങ് ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഔട്ട്ഫിറ്റ് ആക്ച്വലി വെയർ ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സ്വഭാവം എനിക്കില്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പാട്ടവ പരിപാടികൾ ഏകദേശം തുടങ്ങാറായി. എനിക്ക് ഓഫീസിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം വെക്കുമ്പോൾ ആകെ ഉള്ളൊരു ടെൻഷൻ ഡാൻസ് കളിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ്. ഇന്നുണ്ട്. തിരുമുറിൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. And it is Saturday time. ഓണാണ് എൻ്റെ ഫേവറേറ്റ് സീസൺ എങ്കിൽ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അവെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ സ്വയം വിചാരിക്കുന്നത് ഈ ആർട്ട് ഓഫ് സദ്യ കഴിക്കലിൽ ഞാനൊരു ചെറിയ പ്രോ ആണെന്നാണ്. ആൻഡ് ഐ എൻജോയ് എവ്രി ബിറ്റ് ഓഫ് ഇറ്റ്. പക്ഷെ പലപ്പോഴും സദ്യക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ആ ഒരു പേസിൽ ആസ്വദിച്ചത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. ഇനിയാണ് ഗെയിം ടൈം. സുന്ദരിക്ക് പൊട്ടുതൊടൽ, ഓണം ക്വിസ്, ഉറിയടി, വടംവലി, അങ്ങനെ പോകും. ആദ്യം ക്വിസാണ്. ഓണം റിലേറ്റഡ് ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ട്. ആൻഡ് ഇതാണ് എല്ലാവരും അവെയിറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ലെറ്റ്സ് സീ. So that's it for this time. Thank you for watching and see you.